മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല, അദ്ദേഹം മരണം ഫേക്ക് ചെയ്തതാണെന്നുള്ള ഒരു കോൺസ്പിറസി തിയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിരുന്നാലും മൈക്കിൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. അതറിയണമെങ്കിൽ മൈക്കിളിന് ഇത്ര ശത്രുക്കൾ എങ്ങനെ ഉണ്ടായി എന്നറിയണം, മൈക്കിൾ എങ്ങനെ ഇത്രയും പവർഫുൾ ആയി എന്നറിയണം. മ്യൂസിക് ക്രിയേഷനെ മാറ്റി വെച്ചേക്കുക, പക്ഷെ മ്യൂസിക് വെച്ച് അദ്ദേഹം വേറൊരു കളി കളിച്ചിട്ടുണ്ട്. വേൾഡ് മ്യൂസിക് ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് മൂവ്. അത് നടക്കുന്നത് ഓഗസ്റ്റ് 10, 1985 ATV മ്യൂസിക് കാറ്റലോഗ് അദ്ദേഹം മേടിച്ചു. ഇനി എന്താണ് ഈ മ്യൂസിക് കാറ്റലോഗ് എന്ന് പറഞ്ഞുതരാം. സേ ദ ഗേൾ ഇസ് മൈൻ എന്നീ രണ്ട് സോങ്ങുകളുടെ റെക്കോർഡിംഗിന്റെ ഇടയിലാണ് ബീറ്റിൽസിലെ മെയിൻ ആളായ പോൾ മെക്കാർട്ട്നിയിൽ നിന്നും മ്യൂസിക് കാറ്റലോഗ് ഓണർഷിപ്പിനെ കുറിച്ച് മൈക്കിൾ പഠിക്കുന്നത്. അതായത് ശരിക്കുള്ള ബിസിനസ് ആൻഡ് ക്യാഷ് ഫ്ലോ വരുന്നത് കോൺസേർട്സിലോ പെർഫോമൻസസിലോ അല്ല, റോയൽറ്റിയിലും ലൈസൻസിംഗിലും ആണെന്ന് പോളിൽ നിന്ന് MJ മനസ്സിലാക്കുന്നു. ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെ. പക്ഷെ എന്നാലും പണ്ടത്തെ കാലത്ത് ഒരു സോങ് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ അതിന്റെ റെക്കോർഡിങ്ങിനേക്കാളും 10 ഇരട്ടി 15 ഇരട്ടി ചെലവാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. കാരണം ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് തന്നെ വിൽക്കണമല്ലോ. അപ്പം ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനത്തെ വലിയ ലേബിൾസിനെ, കോർപ്പറേറ്റ്സിനെ സമീപിച്ചിട്ടാണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഈ സോങ് ഹിറ്റ് ആയതിനു ശേഷം അത് അഡ്വർടൈസ്മെന്റ്സിലോ ഫിലിംസിലോ റേഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ അതിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിലോ അതിന്റെ ലൈസൻസിങ് ഫീ പോകുന്നത് ഈ പറഞ്ഞ കമ്പനികൾക്കായിരിക്കും. ഒരു ചെറിയ കട്ട് മാത്രമേ അത് ചെയ്ത ആർട്ടിസ്റ്റിന് ലഭിക്കുള്ളൂ. അങ്ങനെ 1982 മൈക്കിളുടെ ത്രില്ലർ റിലീസ് ആവുന്നു. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ഒരാഴ്ച കൊണ്ട് വിറ്റുപോയത് 10 ലക്ഷം കോപ്പികളാണ്. ഫിനാൻഷ്യലി കുറച്ച് നല്ല സ്ട്രോങ് ആവുന്നു മൈക്കിൾ. ആ സമയത്ത് ഒരു 84-85 കാലഘട്ടങ്ങളിലാണ് ATV മ്യൂസിക് പബ്ലിക്കേഷൻസിന്റെ ഓണർ ലൂയിസ് ഗ്രേഡ് ഈ മ്യൂസിക് കാറ്റലോഗ് വിൽക്കാൻ വെക്കുന്നത്. അതായത് അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ട് ഈ മ്യൂസിക്കൽ അസറ്റ്സ് ഒക്കെ ലിക്വിഡിഫൈ ചെയ്ത് ക്യാഷ് ആക്കാൻ വേണ്ടി അദ്ദേഹം ഇത് വിൽക്കാൻ വെക്കുന്നു. അങ്ങനെ വിൽക്കാൻ വെച്ച സമയത്ത് എല്ലാവരും ബിഡ് ചെയ്തു, പോള് വരെ ബിഡ് ചെയ്തു. പക്ഷെ ഒരാളുടെ ബിഡ് മാത്രം ആർക്കും തൊടാൻ പറ്റാത്ത അത്രയും വലിയ പൈസയായിരുന്നു. 4000 സോങ്സ്, അതിൽ 250 ബീറ്റിൽസിൻ്റെത്, പിന്നെ എൽവിസ് പ്രീസ്ലി, ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീൻ, ദ റോളിംഗ് സ്റ്റോൺസ്, ലിറ്റിൽ റിച്ചാർഡ്, ഷെയർ, പിന്നെ ടൺസ് ഓഫ് സൗണ്ട് സാമ്പിൾസ്. അതുവരെ കോപ്പിറൈറ്റഡ് ആണ്. അതായത് ഈ റിതം സാമ്പിൾസ് വെച്ചിട്ട് ആര് മ്യൂസിക് ഉണ്ടാക്കിയാലും അതിന്റെ ഒരു ലൈസൻസിംഗ് ഫീ നമുക്ക് വരും. അങ്ങനെ $47.5 മില്യൺ ജാക്സൺ ആ കാറ്റലോഗ് മേടിക്കുന്നു. ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ 1300 കോടി ഇന്ത്യൻ റുപ്പി. അത് മ്യൂസിക് ഇൻഡസ്ട്രിക്ക് വലിയൊരു അടിയായിരുന്നു. കാരണം ഇതുവരെ ഒരു കോർപ്പറേറ്റ് അല്ലാതെ ഒരു സിംഗിൾ പേഴ്സൺ, അതും ഒരു ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള ഒരു പെർഫോമർ കൂടിയായിട്ടുള്ള ഒരു സിംഗിൾ പേഴ്സൺ ഇത്രയും വലിയൊരു ഓണർഷിപ്പ് നടത്തിയിട്ടില്ല. ഒരുവിധം എല്ലാ കോർപ്പറേറ്റ്സും ഇത് തങ്ങളുടെ ഡോമിനൻസിനെതിരായിട്ടുള്ള ഒരു മൂവ് ആയിട്ടാണ് കണ്ടത്. ഒപ്പം തന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതൊരു മോട്ടിവേഷൻ ആവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ ഈ ഒരു സമയത്ത് ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ മാത്രമായിരുന്നില്ല. ഫുൾ മ്യൂസിക് ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉയരത്തിലേക്ക് മൈക്കിൾ എത്തിയിരുന്നു. ആ സമയത്ത് മൈക്കിളിന് ഓപ്പോസിറ്റ് നിൽക്കാൻ പറ്റിയ ഇത്രയും ജയന്റ് കാറ്റലോഗ് ഉള്ള വേറൊരു കമ്പനി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാനും കോർപ്പറേറ്റ് റെക്കോർഡ്സിന്റെയും ലേബിൾസിന്റെയും ഡോമിനൻസ് തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഒരേ ഒരു കമ്പനി. കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ ഭാവനയിൽ ഇനിയാണ് കഥ തിരിയുന്നത്. കാരണം ഇനിയാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ വരുന്നത്, സോണി മ്യൂസിക് പബ്ലിഷിംഗ്. ഇതിന്റെ ബാക്കി അടുത്ത റീലിൽ.